ചിന്താ ജെറോം പ്രസിഡന്റായും എം വിജിൻ സെക്രട്ടറിയായും സ്ഥാനമേൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത് പുതിയ ഊർജം. UDF സർക്കാരിനെതിരെയുള്ള തീക്ഷ്ണമായ സമരവഴികളാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ചിന്താ ജെറോം SFIയിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും യൂണിയൻ ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 മുതൽ 2023 വരെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ബാലസംഘത്തിലൂടെ പ്രവർത്തനം തുടങ്ങിയ എം വിജിൻ കണ്ണൂരിൽ നിന്നുള്ള CPMന്റെ യുവജന മുഖമാണ്. SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. 2021 മുതൽ കല്യാശ്ശേരി MLA ആണ്. ചിന്താ ജെറോമും എം വിജിനും തലപ്പത്തേക്കെത്തുമ്പോൾ പ്രാദേശിക സന്തുലിതാവസ്ഥയും ലിംഗസമത്വവും DYFI ഉറപ്പാക്കുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വനിതാമുഖമായി ചിന്തയും വടക്കൻ കേരളത്തിലെ CPM ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ള വിജിനും നയിക്കുമ്പോൾ സംഘടനയ്ക്ക് രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നും വിലയിരുത്തുന്നു. LDFന്റെ തുടർഭരണം നൽകിയ ആലസ്യത്തിൽ നിന്നും DYFIയെ അടിമുടി പുതുക്കുക എന്നതാണ് ഇരുവരുടെയും മുന്നിലുള്ള പ്രധാന ദൗത്യം. CJP മാതൃകയിൽ പുതുതലമുറയെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതും വെല്ലുവിളിയായി മുന്നിലുണ്ട്. യുവജന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പുതിയ നേതൃത്വത്തിന്റെ ചടുലതയും വിലയിരുത്തപ്പെടും. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം ഇരുവർക്കും കരുത്താകുമെന്നാണ് CPM നേതൃത്വത്തിന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV.